40ഓളം കവിതകൾ കോർത്തിണക്കിയ കവിതാ സമാഹാരം പ്രസിദ്ധീകരിച്ച ഒരു 10 വയസ്സുകാരി ഇനി പരിചയപ്പെടാം. തിരുവനന്തപുരം ശാന്തിനികേതൻ സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഈ മിടുക്കി. നാൽപ്പതിൽ പരം കുഞ്ഞു കവിതകളുള്ള ഏത്തക്ക എന്ന കവിതാ സമാഹാരം തയ്യാറാക്കി ഏവർക്കും പ്രിയങ്കരിയാവുകയാണ് നൗമി എന്ന 10 വയസ്സുകാരി. തിരുവനന്തപുരം ശാന്തിനികേതൻ സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് നൗമി. ഒരു ശിശിരത്തിൽ ഒരു പത്രം വീണൻ കയ്യിൽ, നിധി പോലെ സൂക്ഷിച്ചൻ പുസ്തകത്താളിൽ, ദിനവും ഞാൻ ആസ്വദിച്ചതിൻ ഗന്ധം, എന്നും ഞാൻ ആസ്വദിച്ചതിൻ രൂപം. ഇനിയും വസന്തങ്ങൾ വരും, പുതുനാമ്പുകൾ തളിരിടും, ഇനി വരുന്നൊരു ശിശിരത്തിൽ ഒരു പത്രം കൂടി തരുമോ നീ. പ്രകൃതിയും മാമ്പഴവും പൂവും നാടുമെല്ലാം ആ കുഞ്ഞ് ആശയത്തിലൂടെ വിരിഞ്ഞ കവിതയിലെ ചിലതു മാത്രം. കവിതകൾക്ക് മാത്രമല്ല, തൻ്റെ കുഞ്ഞനുജത്തി റാഹേലിനെ കളിപ്പിക്കാനുള്ള പാട്ടുകളും നൗമി ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. പിഞ്ചു പൈതലിൻ തേനൊലിക്കും പാൽപുഞ്ചിരിയൻ സ്വന്തം, കണ്ണു ചിമ്മി ആദ്യ നോട്ടമിന്നിലായി. കൊല്ലം ഇളമ്പേൽ മന്ദലോട്ട് വീട്ടിൽ ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലി ചെയ്യുന്ന ഫ്രെൻസി കെ വർഗീസിൻ്റെ നീതുവിൻ്റെ മകളാണ് നൗമി. എൻ്റെ പപ്പയെ ഞാൻ അപ്പച്ചി എന്നാണ് വിളിക്കാറുള്ളത്. അപ്പോൾ എൻ്റെ അപ്പച്ചി എനിക്ക് കുറേ ബുക്സ് കൊണ്ടുവരുമായിരുന്നു. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബുക്ക് സിപ്പി പള്ളിപ്പുറം എന്ന് പറയുന്നൊരു അങ്കിളിൻ്റെ അപ്പൂപ്പൻ താടിയുടെ സ്വർഗയാത്ര. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അതിനകത്ത് ഗദ്യവും ഉണ്ട് പദ്യവും ഉണ്ട്. അങ്ങനെ അത് കണ്ടപ്പോൾ അത് കുഞ്ഞു കുഞ്ഞ് പദ്യങ്ങളായിരുന്നു. അതിലൊന്ന് ഞാൻ പാടാം. കോട്ടും സൂട്ടും അറിഞ്ഞവനെ, കാട്ടിലെ ഡോക്ടർ സാറാണോ, എന്നെ ചികിത്സിക്കാൻ വന്നവനാണോ നീ. ഇങ്ങനെയുള്ള കവിതകൾ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം വരുമായിരുന്നു, എനിക്കും ഇതുപോലെ ഒരു കവിത എഴുതണമെന്ന്. അപ്പോൾ എൻ്റെ അപ്പച്ചി ഒത്തിരി പ്രോത്സാഹിപ്പിച്ചിരുന്നു ഈ കവിത എഴുതാൻ. ഞങ്ങൾ അങ്ങനെ കുഞ്ഞുനാളിലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കവിതകളായിട്ട് എഴുതുമായിരുന്നു. അപ്പം ഞങ്ങൾ ഇങ്ങനെ ഒരു ബുക്കാക്കണമെന്നങ്ങനെ ചിന്തിച്ചില്ലായിരുന്നു. പിന്നെ കുറച്ചും കൂടെ നാൾ കഴിഞ്ഞപ്പോൾ മുരുകൻ കട്ടാക്കട അങ്കിളിനെ കൊണ്ട് കാണിച്ചപ്പോൾ ഇത് വളരെ നല്ല കവിതകളാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വേണം ഞങ്ങളൊരു ബുക്കാക്കാൻ തീരുമാനിച്ചു. അക്ഷരങ്ങളിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന പുതുതലമുറയ്ക്ക് മാതൃകയാണ് നൗമിയെപ്പോലെയുള്ള കുട്ടികൾ. അമൃത ന്യൂസ്, തിരുവനന്തപുരം.